ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് ഗപ്പീസിനൊക്കെ വാങ്ങിച്ച വീഡിയോ കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ. അപ്പോൾ ഇന്ന് ആ ഗപ്പി ടാങ്കിലേക്ക് കുറച്ച് ചെമ്മീനും കൂടെ വാങ്ങിക്കാൻ പോകണേ. ചെമ്മീൻ ഞാൻ ഉദ്ദേശിച്ചത് മറ്റേ ഷ്രിമ്പിനെയാണ്. അപ്പോൾ നമുക്ക് റെഡി ആയിട്ട് പോയാലോ? പുറത്തിറങ്ങിയപ്പോൾ നല്ല തകർപ്പം മഴയാണ്. എന്തായാലും മഴയൊന്നും വകവെക്കാതെ നമ്മളിവിടെ അക്വാ ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. ഈ മീനുകളുടെയൊക്കെ വീഡിയോ ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോഴും എടുത്താണ്. എന്നാലും ഇതിന്റെ ഭംഗിയും കളറും കാണുമ്പോൾ എനിക്ക് വീണ്ടും വീഡിയോ എടുക്കാതിരിക്കാൻ പറ്റിയില്ല. ഓ എന്ത് രസമല്ലേ കാണാൻ. ഞങ്ങളപ്പോൾ ആദ്യം ഈ കളർഫുൾ ആയിട്ടുള്ള ഷ്രിമ്പിന്റെ വിലയൊന്ന് അന്വേഷിച്ച് ഇതിന് വരുന്നത് 60 പൗണ്ടാണ്. അതായത് നമ്മുടെ നാട്ടിലെ 6000 രൂപയ്ക്ക് മുകളിൽ വരും. ഒരു ചെമ്മീൻ കുട്ടിക്ക് 6000 രൂപയൊന്നും കൊടുത്ത് വാങ്ങിക്കാനുള്ള വകയില്ലാത്തത് കൊണ്ട് ഞങ്ങൾ നമ്മുടെ നാടൻ ഷ്രിമ്പിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കളർഫുൾ ആണെങ്കിലേ ഭംഗി ഉണ്ടാവുള്ളൂ ആരാ പറഞ്ഞേ? കളറില്ലെങ്കിലും നല്ല ഭംഗിയല്ലേ ഇതിനെ കാണാൻ. 3 കുഞ്ഞൻ ഷ്രിമ്പിനെ വാങ്ങിച്ച ശേഷം കുറച്ച് ടെട്രാ ഫിഷിനെയും കൂടെ വാങ്ങിച്ചേ. ഇവര് ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ടീമാണ്. അപ്പൊ നമ്മൾ അക്വേറിയത്തിൽ ഇടുമ്പോൾ കുറച്ചും കൂടെ ലൈവ് ആയിരിക്കും കാണാൻ. ഇനി നമുക്ക് ജേക്കബിന്റെ വീട്ടിൽ പോയി ഇതിനൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. അങ്ങോട്ട് പോകുമ്പോൾ നല്ല മഴയായിരുന്നെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ വെയിൽ കാരണം കണ്ണു തുറക്കാൻ പറ്റുന്നില്ലായിരുന്നു. കഴിഞ്ഞ ഗപ്പി വീഡിയോ ഇട്ട സമയത്ത് ആരൊക്കെയോ കമന്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ എവിടുന്നാ വാങ്ങിച്ചെന്നുള്ളത്. നമ്മൾ ഈ ടാങ്ക് വാങ്ങിച്ചത് ഒരു ഷോപ്പിൽ നിന്നും ഫിഷിനൊക്കെ വാങ്ങിച്ചിരുന്നത് വേറൊരു അക്വാട്ടിക് വെയർ ഹൗസ് നിന്നുമാണ്. പിന്നെ കുറച്ച് ആക്സസറീസ് ഒക്കെ ടെമൂന്നൊക്കെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് നോക്കി നമ്മൾ കഴിഞ്ഞ തവണ വാങ്ങിച്ച ഒരു ഗപ്പി പ്രസവിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചധികം കുട്ടികൾ ഉണ്ടായിരുന്നെങ്കിലും 2 ഒഴികെ ബാക്കിയെല്ലാം അവർ തന്നെ തിന്നു കളഞ്ഞിട്ടുണ്ട്. പിന്നെ അന്ന് വാങ്ങിച്ചതിൽ ചില മീനൊക്കെ ചത്തുപോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ നാട്ടിൽ വളർത്തുന്ന അത്ര ഈസി അല്ല ഇവിടെ ഈ ഒരു പരിപാടി. ഇനി pH കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ ലിക്വിഡും കൂടെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഇന്നത്തെ പരിപാടി നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം.